നിങ്ങളുടെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒരു 2000 രൂപ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എത്രത്തോളം വിഷമം തോന്നും? എന്നാൽ വഴിയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒരു 2000 രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര സന്തോഷം തോന്നും? സൈക്കോളജി പ്രകാരം പണം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാൾ ഇരട്ടിയായിരിക്കും അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന. ഇതിനെയാണ് ലോസ് അവേഴ്സൺ എന്ന് പറയുന്നത്. ലാഭം നേടുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടം വരാതിരിക്കാനാണ് മനുഷ്യർ പലപ്പോഴും ശ്രമിക്കുന്നത്. ഈ ഒരു ചിന്താഗതി കാരണം നമ്മുടെ ജീവിതത്തിൽ എത്രയോ വലിയ അവസരങ്ങളാണ് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത്. റിസ്ക് എടുക്കാൻ പേടിച്ച് സേഫ് സോണിൽ തന്നെ നിൽക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉള്ളതാണ്. ഈ ചിന്താഗതി എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ഈ ലോസ് അവേഴ്സൺ എന്ന് ലളിതമായി മനസ്സിലാക്കാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ തലച്ചോറിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണിത്. അന്ന് ആഹാരം കിട്ടുന്നതിനേക്കാൾ പ്രധാനം ഉള്ള ആഹാരം നഷ്ടപ്പെടാതെ നോക്കുക എന്നതായിരുന്നു. ആ ജീവൻ രക്ഷാതന്ത്രം ഇന്നും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ബിസിനസ് തുടങ്ങാൻ പണം മുടക്കാൻ നമ്മൾ മടിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും പേടിക്കുന്നത്. എന്തിന് ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയിൽ പോലും നമ്മൾ സ്ഥിരമായി തുടർന്നു പോകുന്നത് ഈ നഷ്ടഭയം കാരണമാണ്. പുതിയൊരു ജോലി കിട്ടിയില്ലെങ്കിലോ എന്ന പേടി, നിലവിലുള്ള മോശം ജോലി സഹിക്കാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ കിട്ടാൻ പോകുന്ന നേട്ടത്തെക്കാൾ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ ഓവറായി ചിന്തിക്കുന്നു. ഇതിനെ മറികടന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഉദാഹരണം എടുക്കാം. പലരും ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് FD ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കുറവാണെങ്കിലും മുതൽ നഷ്ടപ്പെടില്ലല്ലോ എന്ന സമാധാനമാണ് പലർക്കും. എന്നാൽ ഇൻഫ്ലേഷൻ കാരണം ആ പണത്തിന്റെ മൂല്യം കുറയുന്നത് അവർ ചിന്തിക്കുന്നില്ല. ഇവിടെ നഷ്ടം ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ യഥാർത്ഥത്തിൽ ഭാവിയിലെ വലിയ ലാഭമാണ് അവർ വേണ്ടെന്ന് വെക്കുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ് ഐഡിയ നമ്മുടെ മനസ്സിലുണ്ട്. അത് വിജയിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. പക്ഷെ പരാജയപ്പെട്ടാൽ ആളുകൾ എന്ത് പറയും? കയ്യിലെ പൈസ പോകില്ലേ എന്ന ചിന്ത കാരണം ആ ഐഡിയ നമ്മൾ ഉപേക്ഷിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാൾ അതേ ഐഡിയ ചെയ്ത് വിജയിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കുറ്റബോധമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ നഷ്ടം. അപ്പോ ഈ പേടിയെ നമ്മൾ എങ്ങനെ നേരിടാമെന്ന് നോക്കാം. ഒന്നാമത്, റിസ്ക് എടുക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മോശം കാര്യം എന്താണെന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ആലോചിച്ച് നോക്കുക. ഉദാഹരണത്തിന്, ബിസിനസ് പൊളിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് പണം നഷ്ടപ്പെടും, അല്ലെങ്കിൽ സമയം പോകും, ഇത്രയേ ഉള്ളൂ. അത് നിങ്ങളുടെ ജീവൻ പോകുന്ന കാര്യമാണ് അല്ല എന്ന തിരിച്ചറിവ് നമ്മുടെ പേടി കുറക്കാൻ സഹായിക്കും. രണ്ടാമത്, ഒരു വയസ്സായി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അന്ന് അത് ചെയ്യാതെ പോയല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുമോ എന്ന് ഇപ്പോൾ തന്നെ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്തു നോക്കുക. പരാജയപ്പെട്ടാൽ കിട്ടുന്ന പാഠം ഒന്നും ചെയ്യാതിരിക്കുന്നാൽ കിട്ടുന്ന കുറ്റബോധത്തെക്കാൾ എത്രയോ വലുതാണ്. മൂന്നാമതായി, ചെറിയ ചെറിയ റിസ്ക് എടുത്ത് പഠിക്കുക. അതായത് എല്ലാം കൂടി ഒന്നിച്ചെടുക്കാതെ ചെറിയ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ചെറിയ ചെറിയ ബിസിനസ്സുകളോ മറ്റൊക്കെ ചെയ്ത് ചെറിയ ചെറിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ തലച്ചോറിനെ നഷ്ടമെന്ന ചിന്തയിൽ നിന്ന് പഠനം എന്ന ചിന്തയിലേക്ക് മാറ്റിയെടുക്കാൻ നോക്കുക. സുഹൃത്തുക്കളെ, നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ ജീവിച്ചാൽ ജയിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കാണാതെ പോകും. ഒരു കപ്പൽ സുരക്ഷിതമായി ഇരിക്കണമെങ്കിൽ തുറമുഖത്ത് കെട്ടിയിട്ടാൽ തന്നെ മതി. പക്ഷേ കപ്പൽ ഉണ്ടായിരിക്കുന്നത് തുറമുഖത്ത് കിടക്കാനല്ലല്ലോ, തിരമാലകളെ നേരിട്ട് മുന്നോട്ട് പോകാനല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടഭയം കാരണം വേണ്ടെന്ന് വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും വരാം. നന്ദി.